ശിവാശി നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ. രാവിലെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേനെ തമിഴ്നാട് ബോർഡർ, അതുപോലെ ബോർഡറല്ല ഈ കളിയിക്കാനുള്ള കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ഒരു കാഴ്ചയൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ്. ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ശിവകാശിയിലോട്ടൊരു യാത്ര. എന്താണ് ശിവകാശി എന്നറിയാനായിരുന്നു ഈ യാത്ര. അല്ലാതെ പടക്കം വാങ്ങാനായിട്ട് പോകുന്നു എങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്. ഇത്രയും ദൂരം പെട്രോൾ അടിച്ച് പോകുന്ന പൈസയ്ക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് പടക്കങ്ങളൊക്കെ മേടിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കണ്ടോ, ഈ വിൻഡ് ഫാമൊക്കെ. ഇതൊരു പ്രത്യേക ഭംഗിയാണ്. അത് നമ്മൾ ഈ തമിഴ്നാട്ടിൽ വരുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അടിപൊളി തമിഴ്നാടാണ് കേട്ടോ. നല്ല കാഴ്ചകളും പച്ചപ്പായ കാഴ്ചകളാണ്. ഈ സൈഡിലെ വ്യൂ ഒക്കെ നോക്കി എന്ത് രസമാണ് നോക്കി. അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോവുകയാണ്. ഗിയർ എവിടെ, ക്ലച്ച് എവിടെ, ആക്സിലേറ്റർ എവിടെ? അയ്യോ, ക്ലച്ച് വിട്ടുമ്പോ ഗിയർ മാറണോ? ദൈവമേ, എന്ത് ചെയ്യും? സ്ഥലം ഒന്നും അറിയില്ല, കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇനി അടുത്ത യാത്രയാവുന്നത്. കട്ടൻ ചായ പക്കാവടയൊക്കെ തിന്നിട്ടപ്പോ ഇവിടുത്തെ വെയിലൊന്നും ഒരു രക്ഷയില്ല. രാവിലത്തെ വെയിലെല്ലാം തീ കോരിയിട്ടോല. പ്രത്യേകിച്ചും ഈ തമിഴ്നാട്ടിലോട്ടുള്ള യാത്രയെന്ന് പറയുമ്പോൾ രാവിലെ 7:30 പോയാൽ കാണാൻ അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. എന്തായാലും കിടിലൻ റോഡാണ് കേട്ടോ. ഓടിച്ചു പോകാൻ നല്ല സുഖമാണ്. ബാംഗ്ലൂർ റോഡ് തന്നെ ഇത്. നമ്മുടെ ഫാസ്ടാഗ് ഇല്ലായിരുന്നു. ഫാസ്ടാഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. ഫാസ്ടാഗ് ഇതിനെ എടുത്തിട്ടില്ല. ഇസൈക്ക് മുത്തു എന്ന് വിളിക്കാം തൽക്കാലം, ബാക്കി വിളിക്കാൻ പാടാണ്. അപ്പം ഇസൈക്ക് മുത്തുവിൻ്റെ നിന്നാണ് നമ്മൾ ഫാസ്ടാഗൊക്കെ ചെയ്തിട്ട്, നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ലായിരുന്നു. അത് ചെയ്തിട്ട് ഒരുപാട് പൈസ നഷ്ടമായി ഇങ്ങോട്ട് വന്നപ്പോൾ. അപ്പോൾ അത് ആ ഒരു കണക്ക് പറഞ്ഞാൽ അത് മറന്നുപോയി. അതുകൊണ്ട് നമ്മുടെ അടുത്ത് തിരുവല്ലത്തുണ്ടായിരുന്നു, ഞങ്ങൾ മറന്നുപോയി. അതുകൊണ്ടാണ്, കാരണം ആ ടോളിൽ ഇതുവരെ വണ്ടി കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റിയതാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ മുത്തു? കൈത്താർ ടോൾ ഗേറ്റ്. ഇതുവഴി വരികയാണെങ്കിൽ മുത്തുവിനെ സമീപിച്ചാൽ പെട്ടെന്ന് ഫാസ്ടാഗ് എടുക്കാൻ പറ്റും കേട്ടല്ലോ. ഈ സൈഡിൽ തന്നെയുണ്ട് ടോൾ ഗേറ്റ്. എൻട്രി ആകുന്നതിന് മുമ്പ് മുത്തുവിടെ സൈഡിലുണ്ട്. കൈത്താർ ടോൾ ഗേറ്റ് ആണ്, കൈത്താർ. ശിവകാശി എന്ന് പറയുമ്പോൾ കൃഷിയുടെയും ചെറുകുടിൽ വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാക്ടറുകളുടെയും കാളവണ്ടികളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും കാഴ്ചകളാണ്. പക്ക ഒരു ഗ്രാമപ്രദേശമാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. നല്ലപോലെ ജലസേചനവും വൈദ്യുതിയും കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയ്ക്ക് ഒരു മടുപ്പ് തോന്നിയിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ സ്കൂൾ കുട്ടികളൊക്കെ പോണുണ്ട്. എന്ത് കൂളായിട്ടാ ഇരിക്കുന്നത് നോക്കിയേ. ഇങ്ങോട്ട് വരുമ്പോ മൊത്തം പെട്ടിക്കടകൾ പോലെയാണ് കേട്ടോ, പടക്കക്കടകളുള്ളത്. വിശന്നപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു കടയിൽ കയറി. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ ചെറിയൊരു മടിയാണ് കേട്ടോ. ആഹാ, സോസും മയോണൈസും ഒക്കെ ഒഴിച്ച് ഇതാ ഈ രീതിയിലായിരുന്നു ഇവിടുത്തെ ബ്രെഡ് ഓംപ്ലേറ്റ്. ഇതിന് 20 രൂപയാണ് മേടിക്കുന്നത്. വലിയ ചാർജൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് നേരം വയറ് നിറയ്ക്കാനുള്ളതുമായി. ഈ മനുഷ്യൻ കാണിച്ച ചെറ്റത്തിന് എന്തെന്ന് അറിയോ? എനിക്കൊന്നും വേണ്ട, ഒരു സമൂസ മതി എന്ന് പറഞ്ഞു. എനിക്ക് നല്ല വിശപ്പായിരുന്നു. എനിക്കൊരു ബ്രെഡ് ഓംപ്ലേറ്റ് ഞാൻ പറഞ്ഞു. അത് ചെയ്യുന്നത് കണ്ടിട്ട് എന്നാൽ നമുക്കത് പാഴ്സൽ വാങ്ങാമെന്ന്. പാഴ്സൽ വാങ്ങിയാലല്ലേ എൻ്റെ ഇത് കൈയിട്ടെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കൊടുക്കണോ വേണ്ടയോ? നിങ്ങൾ തന്നെ പറ. ഇത് ഞാൻ ഇനി കൊടുക്കണോ വേണ്ടയോ? ഞാൻ മര്യാദയ്ക്ക് അവിടെ വെച്ച് കഴിക്കുമായിരുന്നു. അപ്പം ഈ ബ്രെഡ് ഓംപ്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. അടിപൊളി കേട്ടോ. നമ്മൾ ഏകദേശം ശിവകാശി അടുപ്പിച്ച ഒരു 10-20 കിലോമീറ്റർ ഇനിയേ ഉള്ളൂ. പക്ഷെ ആടുകളെ കണ്ടോ? ഇവിടെ ആടുകളെ വളർത്തുന്ന ഒരു കാഴ്ചയാണ്. ആടുകൾ കയറും ഒന്നുമില്ല, അവർ സുഖമായിട്ടങ്ങ് പോവും. നടന്നങ്ങ് പോവും. ബ്രെഡ് എടുത്തോണ്ട് കൊടുക്കാം. ഇത്രയും ആടുകളാണ് കേട്ടോ. അവർക്ക് തന്നെ എണ്ണങ്ങൾ അറിയാമോന്ന് അറിയത്തില്ല. നാട്ടിൽ കുട്ടികളെ അങ്ങനെ കാണാനില്ല, എല്ലാം വലിയ കുട്ടികളാണ്. എല്ലാം ഒരേ നിറമാണ് ഇവിടുത്തെ ആടുകൾക്ക്. ആട്ടിൻകൂട്ടങ്ങളാണ്, ഒരുപാട് ആട്ടിൻകൂട്ടങ്ങളാണ് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ഞങ്ങൾ ഏകദേശം 1/2 കിലോമീറ്റർ നടന്ന ഇതിൻ്റെ മേച്ചിൽപ്പുറങ്ങളൊക്കെ തേടി നമ്മൾ വന്നിട്ടുണ്ട്.
അപ്പം കണ്ടതിൽ നമുക്കും ഒരു കൺകുളിർക്കുന്ന കാഴ്ചയാണ്. പടക്കം വാങ്ങാനൊക്കെ വരുമ്പോൾ നോക്കി വാങ്ങണം. പല കടയിലും പല റേറ്റാണ്. എങ്ങനെ വേണേലും നമ്മളെ പറ്റിക്കാം. അതുകൊണ്ട് കുറച്ച് നടന്നാലും വേണ്ടില്ല, ഒരു 10 കടയിലെങ്കിലും നിങ്ങൾ കയറി റേറ്റ് ചോദിക്കണം. ഒരൈറ്റത്തിൻ്റെ തന്നെ റേറ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ അവർ എവിടെയാണ് ഒരു 50 രൂപ കുറച്ച് നമ്മൾ പറയുന്നത്, അവിടെ നിന്ന് ബാക്കി എല്ലാ പടക്കങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം ഒരു വില കുറവായിരിക്കും. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന ഒരു കുടിൽ വ്യവസായമാണ് പടക്ക നിർമ്മാണം. ശിവകാശിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പടക്കം നമ്മുടെ കേരളത്തിലോട്ട് എത്തുന്നത്. അതുമാത്രമല്ല, ഇവിടെ ഒരുപാട് ഏജന്റുമാരുണ്ട് കേട്ടോ. നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അവർ അവിടെ നിൽക്കും. ഇനി നമ്മൾ ബില്ലിടാൻ പോവാ. അപ്പം നമ്മളിവിടെ ശിവകാശി വന്നിട്ട് എല്ലാ കടയിലും കയറണം. അപ്പോൾ ഒരു കടയിൽ കയറി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പൂത്തിരി വാങ്ങിച്ചു, പിന്നെ 2 ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി എല്ലാ കടകളിലും കയറണം. അപ്പോൾ ഇത് അരുൺ ക്രാക്കേഴ്സ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത പർച്ചേസ് കഴിഞ്ഞത്. അതും കഴിഞ്ഞിറങ്ങി. ഇത് ഓക്കെ, ഇറങ്ങി വാ. അപ്പൊ പടക്കമൊക്കെ വാങ്ങിച്ചോണ്ട് ശിവകാശി നാള് വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ പടക്കമൊക്കെ വാങ്ങിച്ചോണ്ട് ഇറങ്ങി. പടക്കമെല്ലാം മേടിച്ചിട്ടുണ്ട്. പടക്കമല്ല, കുറേ ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ. ഫാൻസി ഐറ്റംസിന് നല്ല വില കുറവാണ് കേട്ടോ. അവിടത്തെക്കാളും നല്ല വില വ്യത്യാസമുണ്ട്. പിന്നെ ഓലപ്പടക്കമൊന്നും ഇവിടെ കിട്ടത്തില്ല. അത് നമ്മൾ നന്ദിയോടെ തന്നെ ചെന്ന് വാങ്ങണം. ബാക്കി ഒരുപാട് കേട്ടോ ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് പേരൊക്കെ എനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവർക്കും കൂടെ വാങ്ങിയതാണ്. പെട്ടെന്ന് കയറ്റിക്കോ. എന്നിട്ട് മാറ്റ് എടുത്ത് അതിൻ്റെ പുറത്തൂടെ മൂടിക്കോ. മഴ വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പാക്ക് ചെയ്യാണ്. അതിന് മുന്നേ എസ്കേപ്പ് ആയിക്കൊള്ളണം. ഇതുപോലെ ഒരു 500-ൽ പരം കുഞ്ഞു കുഞ്ഞു കടകളാണ് കേട്ടോ. ഉള്ളിലോട്ട് പോയ ഒരുപാട് കടകളുണ്ട്. അപ്പം ഞങ്ങൾ ഓരോ ഐറ്റംസ് ഓരോ കടയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. എല്ലാ കടയിലും വില അറിയണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കടയിലും ഒന്ന് കയറി. പല കടയിലും പല റേറ്റാണ്. ഓരോ കടയിൽ കയറുന്നതോറും വില കുറവായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത്രയും സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ എന്തായാലും ബൈ ബൈ ശിവകാശി. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ വരാം. ഓക്കെ, ബൈ ബൈ.